പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശരത്തുണ്ട്. ഹായ് ശരത്. ഹായ്. ഇന്ന് നമ്മൾ ചിറ്റപ്പൻ്റെ വീട്ടിൽ ഒരു ബോർവെല്ല ട്യൂബെൽ ചെയ്തിട്ടുണ്ട്. ട്യൂബെലിൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ ആ കെട്ടിനകത്താണ് ഇപ്പം. അതുകൊണ്ട് ആ കെട്ട് കണ്ട് അതിനകത്താണ് സംഭവം. അപ്പോൾ അതിനകത്ത് പമ്പ് വയ്ക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ അത് പൈപ്പ് ഇറക്കുന്നതും ഫ്ലഷ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് CRIയുടെ 1.5 HP പമ്പാണ് വയ്ക്കുന്നത്. CRIയുടെ 1.5 HP സൈസ് 15 സ്റ്റേജ് പമ്പാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ പ്രധാനമായിട്ട് നമ്മളൊന്ന് ഉപയോഗിക്കുന്നത് കോളം പൈപ്പാണ് കേട്ടോ. അതായത് 3 മീറ്റർ വരുന്ന കോളം പൈപ്പ്. 2 സൈഡും പിരിയുള്ളതായിരിക്കും. അകത്ത് പിരി, ആ സൈഡ് പുറത്ത് പിരി. അടുത്ത നൂരി ഉണ്ട്. ഈ പുറത്ത് പിരി, അകത്ത് പിരി. ഇതാണ് പമ്പ് സൈഡ്. മോട്ടർ സൈഡല്ല, ഇമ്പില്ലർ സൈഡാണ്. ക്ഷമിക്കണം, തലതിരിക്കുകയായിരുന്നു. ഇതാണ് ഇമ്പില്ലർ സൈഡ്. 15 സ്റ്റേജിലുണ്ട്. മോട്ടർ സൈഡിൽ ഇതിനകത്ത് കടുപ്പ് പെടും. 20 കിലോ ഉണ്ട് രണ്ടും കൂടെ, അല്ലേ ആയിരുന്നേ? 20 കിലോ. നല്ല സാധനം മേടിക്കാം. റിങ് മേടിച്ചില്ല. അപ്പോൾ അതാ സംഗതി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞിട്ട് അല്ലേ 3-4 ദിവസം പിന്നെ ഇവിടെ നിന്ന് പോയതാണ്. അപ്പം മെയിനായിട്ട് ഈ കോളം പൈപ്പുകളാണ്. കോളം പൈപ്പുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ത്രെഡ് എന്ന് പറയുന്നത് വലുതാണ്, വലിയ ത്രെഡാണ്. ഇത് നോർമൽ ത്രെഡാണ്, കോമൺ ആയിട്ട് വരുന്ന ത്രെഡ് ഇതാണ്. നമ്മളെ കോളം പൈപ്പിൻ്റെ ത്രെഡ് ഇതുമായിട്ട് സൂട്ടാകത്തില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ ലെയ്ത്തിലൊക്കെ കൊണ്ടുപോയി പൈപ്പിനെ പിരിയിടാനൊക്കെ ശ്രമിച്ച്, പക്ഷേ അതെല്ലാം പരാജയപ്പെട്ട് അതിന് നമ്മൾ ഇതിൻ്റെ തന്നെ കോളം പൈപ്പിൻ്റെ തന്നെ ജെറ്റ് അഡാപ്റ്റർ മേടിച്ചിട്ടുണ്ട്. കോളം പൈപ്പിൻ്റെ തന്നെ ജെറ്റ് അഡാപ്റ്റർ മേടിച്ചിട്ടുണ്ട്. അതാണിത്. ഇത് ഈ സൈഡ് കോളം പൈപ്പിൻ്റെ ത്രെഡും അതിൻ്റെ വലിയ പിരിയാണ്. മറു സൈഡ് സാധാ പിരിയാണ്. അവിടെ അല്ലേ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ചെറുതേ ആദ്യം പമ്പ് മോട്ടർ സെറ്റ് എടുത്ത് വെച്ചിട്ട് വെള്ളം ഒഴിച്ചാണ്. വെള്ളം ഫില്ല് ചെയ്താ നൂത്ത് വെച്ചേ. പമ്പ് രണ്ടും കൂടെ 20 കിലോ ഉണ്ട് നമുക്ക്, അല്ലേടാ? 20 കിലോ കാർട്ടൺ ഉൾപ്പെടെ 19.5 കിലോ ഉണ്ട്. ഈ ടേപ്പ് ഇളക്കണം, ഈ ലോക്ക് ഇളക്കണം. ലോക്ക് വെളിയിൽ പോകരുത്. ഈ ബുഷ് എടുത്ത് മാറ്റണം. ബുഷ് മാറ്റും. ഇതിൻ്റെ ലോക്കാണ്. അതായത് ഈ ലോക്ക് ഊരിയെടുക്കുമ്പോൾ മിസ്സാവരുത് കേട്ടോ. ഈ ലോക്ക് പോയാൽ നമ്മളെ ഇമ്പില്ലർ ലോക്ക് ചെയ്ത് പിടിച്ച് കറക്കുന്ന സാധനമാണ്. ആ സെക്ഷൻ കറക്കുന്ന ഈ പീസ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഊരുമ്പം മിസ്സാവാതെ നോക്കണം. ഈ സാധനം ഒക്കെയാണ്. സ്കൂട്ടറിന് പൊക്കടാ. അത് ഊരി മാറ്റി. ഇത് നമ്മൾ പമ്പ് ഇത്ര ഊരി മാറ്റണം. അതെല്ലാം മാറ്റിയതിന് ശേഷം ആ പാക്കിങ്, അതായത് ട്രാവലിങ്ങിൽ മൂവിങ് ആവാതിരിക്കാൻ വേണ്ടിയാണ് അതൊക്കെ വെച്ചേക്കുന്നത്. ഈ സാധനം ഇവിടെ ലോക്ക് ഇടണം. ശേഷം ഈ നട്ടൊക്കെ ക്ലിയർ ചെയ്യും. ഇതൊക്കെ മാറ്റി ഇതെല്ലാം ഇളക്ക്. ഈ നട്ടിളക്ക് വെള്ളം ഫില്ല് ചെയ്ത് ഉറപ്പന്നല്ലേ? അത് ഇളക്ക്. ആ നെറ്റിൻ്റെ സ്കൂട്ടർ കണ്ണാ, ഫ്ലാറ്റ് സ്കൂട്ടർ എടുത്ത് ഇളക്കിയത് സൈഡ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ലോക്ക് നോക്കിയിടണേ. വെട്ട് ഇതിങ്ങനെ വരുന്നത് ഇതിവിടെ വേണ്ടേ? ഇത് തന്നെ. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആവില്ലേ? ഇല്ലേ, ലോക്കെല്ലാം 3 കറക്റ്റായിരിക്കും. ചിരിച്ച് കണക്കാരാ. നമ്മൾ ഈ വയ്ക്കുന്നത് വാട്ടർ കൂൾ പമ്പാണ്. വാട്ടർ കൂൾ പമ്പായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മെയിൻ്റനൻസ് നല്ലതാണ്. ഒരു കൂടാകുമ്പോൾ റേറ്റ് കുറവായിരിക്കും, പക്ഷേ സർവീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൈസയാവും. മെയിൻ്റനൻസ് ക്യാഷ് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഈ പൈപ്പ് ഇറക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണ്? അടുത്ത എന്താണ് ചെയ്യണം? മേടിക്കണം.
രണ്ട് സൈഡും ത്രെഡ് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കഴുകണം. കാര്യം വെച്ചാൽ പൊടി ഉണ്ടാവും, ത്രെഡ് ചിലപ്പം പിശിലൊക്കെ ഇളകിയിരിക്കും. അതെല്ലാം വൃത്തിയാക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ നമ്മൾ കറക്കി കയറ്റുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യം പമ്പ് ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതിൽ തിരിച്ച് നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് വരുമ്പോൾ തിരിച്ച് വലിച്ച് കയറ്റാൻ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, വെള്ളം ഒഴിച്ച് കഴുകണം. കാരണം പൈപ്പിൽ തങ്ങൾ സീറ്റിംഗ് ആകാൻ വേണ്ടി വാഷുണ്ട്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി വെട്ടുണ്ടോ, വെട്ടിന് ചാടി പോകാതിരിക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്നതാണ്, മറ്റുള്ളവർ ചെയ്യുന്ന അറിയത്തില്ല. ഒരു ടെഫ്ലോൺ ടേപ്പ് ഒരു 2 റൗണ്ട് ചുറ്റുകയാണ്. ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ചെയ്യുന്നത്. മതി 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 ചുറ്റി സെറ്റ് ചെയ്തു. ഓക്കെ, ഇതാണ് കോളം പൈപ്പിൻ്റെ ജെറ്റ് അഡാപ്റ്റർ. 1.5 മീറ്റർ നീളമുണ്ട്, 2 പീസ്. കാര്യം ഒരു സൈഡ് ചെറിയ പിരി, ഇത് കോളം പൈപ്പിൽ അത് കയറുന്ന കപ്ലിങ്ങോട് കൂടിയ ത്രെഡാണ്. മുമ്പ് ഒന്നും അടിച്ചു പാടാന്ന് വെച്ചാൽ ഇളക്കിയാണ് വയറ്. ഇപ്പം അങ്ങനെ ചുറ്റിയില്ല, നമ്മൾ പ്രസ് നടത്തില്ലോ. ചിലപ്പം വലിച്ച് കണ്ണിന് പതക്ക് പിടിച്ചാൽ ഊരി വന്നത് പക്ഷേ കളഞ്ഞ് ഉറപ്പ് പൊട്ടിപ്പോയി. നമുക്ക് അതിന് പിടുത്തം വരണം. നമ്മൾ ഡ്രോയിങ് 220 അടിയുണ്ട് കേട്ടോ കിണർ. 120 അടി വരെ പ്ലെയിൻ പൈപ്പ്, അത് കഴിഞ്ഞിട്ട് ഫിൽറ്റർ പൈപ്പ് 20 അടി, 10 അടി പ്ലെയിൻ പൈപ്പ്, 20 അടി ഫിൽറ്റർ പൈപ്പ്, വീണ്ടും 10 അടി പ്ലെയിൻ, 20 അടി ഫിൽറ്റർ, അങ്ങനെ 220 അടി ചെയ്യുന്നുണ്ട്. 180 നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തം എത്ര അടിയുണ്ട് പൈസ? 170 അടി പൈപ്പുണ്ട് നമ്മളതിൽ. 170 അടി പൈപ്പും ഉണ്ട്. പമ്പിൻ്റെ ഹൈറ്റും 3 അടിയാണ്. 173 അടി വയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ PVC കണക്ട് ചെയ്യും. കോളം പൈപ്പിൽ നിന്ന് PVC ആക്കുന്ന ജെറ്റ് ടാപ്പറിൻ്റെ വേറൊരു ഭാഗമാണ്, 1.5 മീറ്ററാണ്. അതിൽ നിന്ന് നമ്മൾ FTA കണക്ട് ചെയ്തുകൊണ്ട് ടഫൺ ടേപ്പ് ചുറ്റി, വാഷ് വേണ്ട, ടഫൺ ടേപ്പ് ചുറ്റി നമ്മൾ FTA ഇടുന്നതാണ്. FTA ഇട്ട് അതിൽ നിന്നും PVC പോകും. ഇത് കിട്ടാനാവും നമ്മൾ ആദ്യം ചെയ്ത്. ഇതില്ലാത്തതുകൊണ്ട് ആദ്യം നമ്മൾ ലൈറ്റിൽ കൊണ്ടുപോയി ഫീൽഡ് നോക്കി. പക്ഷേ അത് 12.5 mm പൈപ്പ് ആയതുകൊണ്ട്, അല്ല kg പൈപ്പ് ആയതുകൊണ്ട് ത്രെഡിട്ടപ്പം കനം കുറവാണ്, അതായത് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യത കൂടുതലായതുകൊണ്ട് നമ്മൾ ഉപേക്ഷിച്ചു. പിന്നെയാണ് നമ്മൾ ഇത് മേടിക്കുന്നത്. ഇതിന് ഏകദേശം 1800 രൂപയോളം വില ഉണ്ട്. 2 പീസ് പൈപ്പിന് 1800 രൂപയോളം വില ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ അങ്ങനെ ത്രെഡ് ഇടാൻ നോക്കി, പക്ഷേ അത് നടന്നില്ല. പിന്നെ ഇത് തന്നെ മേടിക്കേണ്ടി വന്നു. ഇപ്പോൾ കൈ കൊണ്ട് ടൈറ്റ് ചെയ്താൽ മതി. ഓക്കെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ ജെറ്റ് അഡാപ്റ്ററിനെ, ഇത്ര നീളമുള്ള ജെറ്റ് അഡാപ്റ്റർ നമ്മൾ ആദ്യമായിട്ട് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ചെറുതെ ടെഫ്ലോൺ ടേപ്പ് അടിക്കുന്നു. അപ്പോൾ നമ്മൾ പമ്പ് ഇറക്കാൻ പോകാൻ നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി. കേബിൾ അടിച്ചു, വെള്ളം ഒഴിച്ചു, എല്ലാം ഒക്കെ ഒന്നുകൂടെ ഓക്കെയാണ്. ഓക്കെ, തിരിച്ചിറക്ക്. പുറത്തോട്ടില്ലേ, ഇവിടെ ഇറങ്ങില്ലേ. കേബിൾ പൊട്ടത് തൽക്കാലം ഇത് മാറ്റിയാണ്. കണ്ണെന്ന് ഇപ്പം എങ്ങനെ നല്ല കൈ പോകും. കണ്ണ കൈ ഇറങ്ങിയിട്ട് താത്ത നമ്മൾ ഇറങ്ങുക. ചിലർ ഈ പൈപ്പിൻ്റെ ത്രെഡിനകത്ത് ഓയിൽ തേക്കും. നമ്മൾ ഓയിൽ തേക്കുന്നതിന് പകരം നമ്മൾ വെള്ളം തേക്കും. വെള്ളം ഇറക്കണം. വെള്ളം ഇറക്കുന്ന കാര്യത്തിന് കുറച്ച് സ്മൂത്തായിട്ട് ഇറങ്ങും. വെള്ളം ഞെക്കി ഇറക്കി സ്മൂത്തായിട്ട് ഇറങ്ങണ്ടോ. ഓയിലാകുമ്പോൾ ചിലപ്പോൾ തിരിച്ച് ഊരാൻ നേരത്ത് ബുദ്ധിമുട്ടാവും. പൈപ്പ് ചുടിക്കണോ? കൈ പിടിച്ച് കണ്ണവിടെ താഴെ പിടി. മതി. തിരിച്ചൊന്ന് കറക്കി നോക്കി ഊരാൻ പറ്റുന്നു. പൈപ്പ് മതി. ഇതിനകത്ത് പിടിച്ച് ജസ്റ്റ് പിടിച്ച് പിന്നെ ടൈറ്റ് ആവും, സെറ്റ് ആവും. പൈപ്പറ ചൂടി ഓയിൽ സ്പാൻഡർ ഉണ്ടല്ലേ, സ്പാൻഡർ അത് എടുക്കേണ്ടത്. ഇത് നമ്മളൊരു ലോക്ക് ചെയ്യുന്നുണ്ട്. ഒരു 2 പൈപ്പിൻ്റെ ഗ്യാപ്പിൽ നമ്മളിങ്ങനെ ഒരു കയർ ലോക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം നമുക്ക് എന്തെങ്കിലും കാരണവശാൽ കേബിൾ പൊട്ടുകയോ ഉറപ്പ് പൊട്ടുകയോ ചെയ്താൽ നമുക്കതൊരു ഉപകാരപ്രദമായിരിക്കും. കണ്ണെണീക്കല്ലേ, കയ്യിൽ വെള്ളം വേണം. ഓരോ പൈപ്പിലും
വെള്ളം ഒഴിച്ച് ലോക്ക് ചെയ്യണം. വെള്ളം ഒഴിക്കുന്നത് ലൂബ്രിക്കേഷൻ. വെള്ളം ഒഴിച്ചപ്പോൾ കൊള്ളാം കേട്ടോ, ഫ്രീ ഉണ്ട്. കണ്ണ പിടി, ശക്തി പിടി. മതി, ഒറ്റ കറക്ക ടൈറ്റ് ചെയ്താൽ ടൈറ്റ് ആയില്ല, സൗണ്ട് കിട്ടില്ല. അടി പിടിച്ചോ, അടി പിടി, കണ്ണൻ്റെ കൈ മതി. മതി, ഇറക്ക്. അടുത്ത വിനീഷ് ഇറക്കി വറുക്ക. ശക്തി പിടിച്ചോ. മതി മതി, അവിടെ പോക്കറ്റ് ഇരിക്കുമല്ലേ. പൈപ്പ് എടുത്ത് $40 $150 ഇടയിൽ വച്ച് ഇപ്പോൾ തൽക്കാലം ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല. വെള്ളം അടിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം കുറേ അടിച്ച് നോക്കട്ടെ, ശേഷം മാത്രമേ നമ്മൾ പമ്പ് സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ തൽക്കാലം അവിടെ അവിടെ കെട്ട്, അവിടെ കെട്ടി ജസ്റ്റ് ചിലപ്പോൾ കൊണ്ട് താരും കേട്ടോ വെള്ളം കയറുമ്പോഴേ. ഓഫ് ചെയ്യരുത്, പമ്പ് ഒരിക്കലും ഓഫ് ചെയ്യരുത്, പണി നല്ല പ്രശ്നം വന്നപ്പം ഊരി കഴിഞ്ഞാലേ ഇത് കുറച്ച് വലി നിർത്തണ്ട. അതിന് താരരുത്, ഇനി ഓക്കെ പിടിച്ചോ. പിടിച്ചോ. മോട്ടർ അടിച്ചപ്പോൾ വെയിറ്റ് കൊണ്ട് താന്നല്ലേ പമ്പ്. ഓക്കെ, നല്ല വരുന്നുണ്ടോ? നല്ല കട്ടത്തുളി, അത് തന്നെ അത് കാണും. അങ്ങനെ കുടിക്കണ്ട, ഒരു വിരൽ വെച്ച്. നമ്മുടെ പമ്പ് വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പമ്പ് വെച്ചിട്ട് ഇനി 2-3 ദിവസം നമുക്കിങ്ങനെ വെള്ളം അടിച്ച് കളഞ്ഞാൽ മാത്രമേ ഈ വെള്ളത്തിന് തെളിച്ചം ഉണ്ടാകത്തുള്ളൂ. അപ്പം ടെമ്പററി ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ. കട്ട് ചെയ്ത് പോവുകയാണ് നമ്മൾ.